നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ കർഷകർക്കെതിരല്ല എന്നാണ് ചില സംഘടനകൾ പറയുന്നത്. എന്നാൽ പ്രത്യക്ഷത്തിൽ കർഷകർക്കെതിരായാണ് കാണുന്നത്. റിപ്പോർട്ടുകളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി കർഷകരുടെ ആശങ്കകൾ ദൂരീകരിച്ച് നടപ്പിലാക്കാനാണ് ഭരണകൂടം ശ്രമിക്കേണ്ടത്. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. കളങ്കരഹിതരായവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കണമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയ്. അഴിമതി വിരുദ്ധ ക്യാമ്പയിന് മാർച്ച് 5-ന് തുടക്കമാകും. കസ്തൂരിരംഗൻ കളക്ടറേറ്റ് പടിക്കലെ നിരാഹാരം 6-ാം ദിവസം പിന്നിട്ടു. പിന്തുണയേകി വിവിധ സംഘടനകൾ. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്ന് SDPI. കോഴിക്കോട് മുസ്തഫ കൊമ്മരിയും വടകരയിൽ P അബ്ദുൽ ഹമീദും മലപ്പുറത്ത് നാസറുദ്ദീൻ എളമരവും. വിശദമായ വാർത്തകളിലേക്ക്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കളങ്കരഹിത വ്യക്തികളെ സ്ഥാനാർത്ഥികളാക്കണമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയ്. സ്ഥാനാർത്ഥികളുടെ ഭൂതകാലം പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. KSU നേതൃത്വം നൽകുന്ന അഴിമതി വിരുദ്ധ ക്യാമ്പയിൻ വിശദാംശങ്ങൾ വിവരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. മാർച്ച് 5-ന് കോഴിക്കോടാണ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. പാരിസ്ഥിതിക ആഘാത പഠനം പോലെ പാരിസ്ഥിതിക ആത്മാർത്ഥ പഠനം ഈ വിഷയത്തിനകത്ത് നടത്തണം. അതിനുശേഷം മാത്രമേ ടിക്കറ്റ് കൊടുക്കാവുള്ളൂ. അവരുടെ ഭൂതകാലം പരിശോധിച്ച് ഇതുപോലെ കളങ്കിതരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് സംശുദ്ധ വ്യക്തിത്വങ്ങളെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസിന്റെ വിജയം ഉറപ്പാക്കണമെന്ന് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ക്യാമ്പയിനിലൂടെ കോൺഗ്രസ് നേതൃത്വത്തോട് ശക്തമായി ആവശ്യപ്പെടുകയാണ്. അഴിമതിക്ക് കഴുമരം, ആദർശത്തിന് കൗമാരം എന്ന തലക്കെട്ടിലാണ് KSU നേതൃത്വത്തിൽ സംസ്ഥാനതല അഴിമതി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നത്. മാർച്ച് 5 മുതൽ 25 വരെ നടക്കുന്ന ക്യാമ്പയിനിൽ അഴിമതിക്കെതിരെയുള്ള ഒപ്പുശേഖരണം ഉൾപ്പെടെ വിവിധ പരിപാടികൾ നടക്കും. മാർച്ച് 5-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്യും. ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവജനങ്ങൾക്കും ജനപ്രിയരായ MP-മാർക്കും പ്രാമുഖ്യം നൽകണമെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കം. +1, +2 വിഭാഗങ്ങളിൽ 8,92,290 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. പരീക്ഷ മാർച്ച് 22-ന് അവസാനിക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തിങ്കളാഴ്ച തുടക്കമായി. +1, +2 വിഭാഗങ്ങളിൽ 8,92,290 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. ഇതിൽ 4,42,855 വിദ്യാർത്ഥികൾ +2 പരീക്ഷയും 4,49,435 പേർ +1 പരീക്ഷയും എഴുതും. ഇത് സർവകാല റെക്കോർഡാണ്. മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ പേർ പരീക്ഷ എഴുതുന്നത്. കുറവ് വയനാട്ടിലും. പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾ രാവിലെ 10 മുതൽ 12:45 വരെയാണ് പരീക്ഷ. പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾക്ക് 10 മുതൽ 12:15 വരെയും. 53 വിഷയ കോമ്പിനേഷനുകളിലാണ് ഹയർ സെക്കൻഡറി പരീക്ഷ നടക്കുന്നത്. 1842 പരീക്ഷാ കേന്ദ്രങ്ങളിൽ 42,000 ഇൻവിജിലേറ്റർമാരെ നിയമിച്ചിട്ടുണ്ട്. പരിശോധനയ്ക്കായി മലപ്പുറം ജില്ലയിൽ 3-ഉം മറ്റ് ജില്ലകളിൽ 2 വീതവും വിജിലൻസ് സ്ക്വാഡുമുണ്ട്. കൂടാതെ ഹയർ സെക്കൻഡറി ഡയറക്ടർമാരുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല സൂപ്പർ സ്ക്വാഡും സർക്കാർ തലത്തിൽ മറ്റൊരു സ്ക്വാഡും പ്രവർത്തിക്കും. 375 വൊക്കേഷണൽ ഹയർ സെക്കൻഡറികളിലായി 27,500ഓളം വിദ്യാർത്ഥികൾ 1-ാം വർഷവും 27,000 വിദ്യാർത്ഥികൾ 2-ാം വർഷ പരീക്ഷയും എഴുതും. പരീക്ഷ മാർച്ച് 22-നാണ് സമാപിക്കുന്നത്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്ന് SDPI ഭാരവാഹികൾ പറഞ്ഞു. രാജ്യത്തൊട്ടാകെ 42 സ്ഥാനാർത്ഥികൾ ഇത്തവണ ജനവിധി തേടുമെന്നും ദേശീയ സെക്രട്ടറി ഡോക്ടർ മെഹബൂബ് ആവാദ് ഷെരീഫ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് മുസ്തഫ കൊമ്മേരിയാണ് മത്സരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഇത്തവണ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയാണെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഭാരവാഹികൾ അറിയിച്ചു. കോഴിക്കോട് മണ്ഡലത്തിൽ മുസ്തഫ കൊമ്മേരിയും വടകരയിൽ P അബ്ദുൽ ഹമീദ് മാസ്റ്ററും വയനാട്ടിൽ ജലീൽ നീലാംബ്രയും സ്ഥാനാർത്ഥികളാവും. മലപ്പുറത്ത് നാസറുദ്ദീൻ എളമരവും പൊന്നാനിയിൽ VT ഇക്രാമുൽ ഹക്കുമാണ് സ്ഥാനാർത്ഥികൾ. കോഴിക്കോട് മുസ്തഫ കൊമ്മേരി, മലപ്പുറം നസീറുദ്ദീൻ എലാമരം, പൊന്നാനി VK ഇക്രാമുൽ ഹക്ക്,
കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകൾക്ക് പുറമെ രാജസ്ഥാൻ, ബീഹാർ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിലായി 22 മണ്ഡലങ്ങളിൽ കൂടി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്ന് ദേശീയ സെക്രട്ടറി ഡോക്ടർ മെഹമൂദ് ആവാദ് ഷെരീഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM അഷ്റഫ്, ട്രഷറർ KK ഹുസൈൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ കർഷക വിരുദ്ധ പരാമർശങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കലക്ടറേറ്റ് മുന്നിൽ നടക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 6ാം ദിവസം പിന്നിട്ടു. കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ് 6ാം ദിന സമരം ഉദ്ഘാടനം ചെയ്തു. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ ജനദ്രോഹ നിലപാടുകൾക്കെതിരെ പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ നടക്കുന്ന നിരാഹാര സമരം 6ാം ദിവസം പിന്നിട്ടു. കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ് 6ാം ദിന സമരം ഉദ്ഘാടനം ചെയ്തു. കാവിലുംപാറ പഞ്ചായത്ത് പ്രസിഡന്റ് സിസിലി കരുവാഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ഈ കേരളത്തിലെ പരിസ്ഥിതി ഈ മുറിവാലന്മാരായിട്ടുള്ള ഈ പരിസ്ഥിതിവാദികളാണോ സംരക്ഷിക്കുന്നത്? ഈ മലയോര മേഖലകളെല്ലാം സംരക്ഷിച്ചത് ഈ മലയോര മേഖലയിലെ കർഷകരല്ലേ, ഈ ജനങ്ങളല്ലേ? കിസാൻ സഭ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സത്യൻ മൊഗേരി, CM അബൂബക്കർ, VT പ്രദീപ് കുമാർ, OT ഷാജി, KK നാസർ, ആന്റണി കൊഴുവനാട് എന്നിവർ സംസാരിച്ചു. സമരത്തിന് അഭിവാദ്യമർപ്പിച്ച് വിവിധ സംഘടനകളും സമരപന്തലിലെത്തി. ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ ചിത്രരേഖ ഒരുക്കുന്ന 16 ചിത്രകാരന്മാരുടെ പ്രദർശനം കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടങ്ങി. ചിത്രോത്സവം 2014 എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രദർശനം വരയിലെ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ്. ഒട്ടനവധി ചിത്ര പ്രദർശനങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട് കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറി. ചിത്രകാരൻ തനിച്ച് നടത്തുന്ന പ്രദർശനമായിരിക്കും മിക്കപ്പോഴും. ചിലപ്പോൾ 2-3 പേർ ചേർന്നും പ്രദർശനങ്ങൾ ഒരുക്കാറുണ്ട്. എന്നാൽ ഞായറാഴ്ച ആർട്ട് ഗാലറിയിൽ ആരംഭിച്ച പ്രദർശനത്തിനുള്ളത് 1-2 16 കലാകാരന്മാരുടെ ചിത്രങ്ങളാണ്. വരയിലും ഭാവനയിലും തെളിയുന്നത് 16 പേരിലെ കലാവൈഭവത്തിന്റെ വൈവിധ്യം. പ്രായം 70-നോടടുത്തവർ മുതൽ 12ാം ക്ലാസ്സുകാരിയുടെ വരെ ചിത്രങ്ങൾ പ്രദർശനത്തെ ധന്യമാക്കുന്നു. കലാകാരന്മാരുടെ കൂട്ടായ്മയായ ചിത്രരേഖ ആർട്ട് അക്കാദമിയാണ് ചിത്രോത്സവം എന്ന പേരിൽ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രദർശനത്തെപ്പറ്റി ചിത്രകാരന്മാരിൽ ഒരാളായ രാജൻ മക്കട. ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള ചിത്രങ്ങൾ കേരളത്തിലെ അറിയപ്പെടുന്നതും തുടക്കക്കാരുമായിട്ടുള്ള കുറേ ചിത്രകാരന്മാരുടെ ചിത്രങ്ങളാണുള്ളത്. അതായത് പ്രകൃതിനെ ആദരാക്കി രചിച്ച ചിത്രങ്ങളാണ് കൂടുതലുള്ളത്. പിന്നെ ഈ ചിത്രം വിൽപ്പനയ്ക്കും കൂടെ ഒരു സാഹചര്യം ഒരുക്കുകയാണെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. രാജൻ കടലുണ്ടി, സുചിത്ര ഉല്ലാസ്, C ശ്യാമപ്രസാദ്, VM ജിജുലാൽ, M ശിൽപ, അശോക് കുമാർ, ആശാ രാജീവ്, ദേവസ്യ ദേവഗിരി, K ജീവാനന്ദൻ, ഹാരൂൺ അൽ ഉസ്മാൻ, C ലിനീഷ്, റോണി ദേവസ്യ, രാജീവ് ചിത്രമ്പാട്ട്, സാൽവ്യ S രാജ്, സിലി ഉണ്ണികൃഷ്ണൻ, രാജൻ മക്കട തുടങ്ങിയവരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ചിത്രോത്സവം വ്യാഴാഴ്ച സമാപിക്കും. പട്ടികജാതിക്കാരുടെ ബാങ്ക് വായ്പകൾ എഴുതി തള്ളുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടികജാതി ക്ഷേമ സമിതി പ്രവർത്തകർ മാർച്ച് നടത്തി. പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി E രമേഷ് ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി ക്ഷേമ സമിതി പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. പട്ടികജാതിക്കാരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുക, വീടില്ലാത്ത മുഴുവൻ പട്ടികജാതിക്കാർക്കും വീടും ഭൂമിയും നൽകുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് മാർച്ച്. പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി E രമേഷ് ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ വഞ്ചനാപരമായ നടപടിയിൽ പ്രതിഷേധിക്കുക മാത്രമല്ല, കടമെഴുതിത്തള്ളാൻ ആവശ്യമായ തീരുമാനങ്ങൾ എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്ന് ഈ മാർച്ച് ആവശ്യപ്പെടുകയാണ്. പട്ടികജാതി ക്ഷേമ സമിതി ആവശ്യപ്പെടുകയാണ്. പുരുഷൻ കടലുണ്ടി MLA, ജോയിന്റ് സെക്രട്ടറി AK ഗോപാലൻ, KM ബാബു, EK ഗംഗാധരൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. വാർത്തകളിൽ ഒരിടവേള. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദവിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ? ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂൾ അല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. ഹായ് ഹായ്.
ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. മൈൻഡ് ഡയമണ്ട്സ് ഫ്രം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. സെലൂൺ ബ്യൂട്ടി പാർലർ അസോസിയേഷൻ കോഴിക്കോട് താലൂക്ക് കൺവെൻഷൻ ശിക്ഷാസദനിൽ നടന്നു. സംഘടന സംസ്ഥാന ട്രഷറർ VN ഗണപതി ഉദ്ഘാടനം ചെയ്തു. സലൂൺ ബ്യൂട്ടി പാർലർ അസോസിയേഷൻ കോഴിക്കോട് താലൂക്ക് കൺവെൻഷൻ ശിക്ഷക് സദനിൽ സംഘടിപ്പിച്ചു. സംഘടനയുടെ സംസ്ഥാന ട്രഷറർ VN ഗണപതി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി A മനോഹരൻ, ജില്ലാ പ്രസിഡന്റ് PP മുഹമ്മദ് കുട്ടി, തൃശൂർ ജില്ലാ സെക്രട്ടറി RB മോഹനൻ, PK മണി, PK മുഹമ്മദ്, TM ബാലകൃഷ്ണൻ, KP നാരായണൻ, A ഹരിദാസൻ എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിൽ തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ക്ഷേമനിധി, പെൻഷൻ, ഹെൽത്ത് കാർഡ് എന്നീ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി സംഘടന പ്രക്ഷോഭ സമരങ്ങൾ നടത്താനും തീരുമാനിച്ചു. കേരളത്തിലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ച നിർഭയ കേരളം സുരക്ഷിത കേരളം പദ്ധതി ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ സംസ്ഥാന ചെയർമാൻ MM ഹസൻ നയിക്കുന്ന കുടുംബസ്നേഹ സന്ദേശയാത്രയ്ക്ക് മുതലക്കുളത്ത് നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനശ്രീക്ക് സർക്കാർ വഴിവിട്ട സഹായങ്ങൾ നൽകുന്നുവെന്നത് തെറ്റായ പ്രചരണമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ കുടുംബസ്നേഹ സന്ദേശയാത്രയ്ക്ക് കോഴിക്കോട് നൽകിയ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർഭയ കേരളം പദ്ധതിയിൽ കുടുംബശ്രീ, ജനശ്രീ മാത്രമല്ല അർഹതയുള്ള മറ്റ് സംഘടനകളെയും ഉൾപ്പെടുത്തും. 12,500 നിർഭയ വോളണ്ടിയർമാരെ തെരഞ്ഞെടുത്ത് കേരള പോലീസുമായി അവരുടെ പ്രവർത്തനത്തെ ബന്ധിപ്പിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്ത് തമ്പടിക്കുന്ന ലഹരി മാഫിയെ പിടിച്ചുകെട്ടാൻ പോലീസ് കർശന നടപടികൾ സ്വീകരിക്കും. ഇതിന് പോലീസ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. സ്കൂൾ, കോളേജ് പരിസരങ്ങളിൽ മയക്കുമരുന്ന്, പാൻപരാഗ് ഉൽപ്പന്നങ്ങൾ എന്നിവ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കച്ചവടക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ശക്തമായ മുന്നേറ്റമുണ്ടാകണം. ആഭ്യന്തര വകുപ്പ് കേരളത്തിലെ സ്കൂളുകളുടെയും കോളേജുകളുടെയും മുമ്പിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. മയക്കുമരുന്നും അതോടൊപ്പം തന്നെ പാൻ മസാല, പാൻപരാഗ് തുടങ്ങിയിട്ടുള്ള നിരോധിക്കപ്പെട്ട വസ്തുക്കളുടെ ഉപയോഗം, കഞ്ചാവിന്റെയും മറ്റും മയക്കുമരുന്നുകളുടെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂളുകളുടെയും കോളേജുകളുടെയും അടക്കമുള്ള അത്തരം ആളുകളെ കർശനമായി നിയന്ത്രിക്കുവാനും അവയിൽ നിന്ന് കുട്ടികളെ വിമുക്തമാക്കാനും വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടികൾക്ക് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള വസ്തുത കൂടി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജനശ്രീ സംസ്ഥാന ചെയർമാൻ MM ഹസൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ചെയർമാൻ N സുബ്രഹ്മണ്യൻ അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ BS ബാലചന്ദ്രൻ, സംസ്ഥാന ട്രഷറർ ലതിക സുഭാഷ്, DCC പ്രസിഡന്റ് KC അബു, മിലി മോഹൻ, ബിജു കാവിൽ, സുനിൽ കൊളക്കാട്, സൈറബാനു എന്നിവർ സംസാരിച്ചു. KPCC സെക്രട്ടറി K ജയന്ത്, KP അനിൽകുമാർ, PM നിയാസ്, P പ്രവീൺകുമാർ, സെയ്ദ് കുറുന്തോടി, ആലീസ് മാത്യു എന്നിവർ സംസാരിച്ചു. ചേവായൂർ ഉപജില്ല അറബിക് ടീച്ചേഴ്സ് അക്കാദമിക് കോംപ്ലക്സ് ശിക്ഷാസദനിൽ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് എഡ്യൂക്കേഷൻ ബോർഡ് ഇൻസ്പെക്ടർ K സുലേഖ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ചേവായൂർ ഉപജില്ല അറബിക് ടീച്ചേഴ്സ് അക്കാദമിക് കോംപ്ലക്സ് ശിക്ഷക് സദനിൽ സംഘടിപ്പിച്ചു. മുസ്ലിം ഗേൾസ് എഡ്യൂക്കേഷൻ ബോർഡ് ഇൻസ്പെക്ടർ K സുലൈഖ ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സർവീസ് സംബന്ധിച്ച വിഷയങ്ങളെ പ്രതിപാദിച്ച് മുൻ സംസ്ഥാന KATA ജനറൽ സെക്രട്ടറി NK അബൂബക്കർ ക്ലാസ് എടുത്തു. ചടങ്ങിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ചിൽഡ്രൻസ് മാഗസിൻ അൽമഹറിന്റെ പ്രകാശനവും നടന്നു. ചന്ദ്രിക ചീഫ് എഡിറ്റർ TP ചെറൂപ്പ പുസ്തകം പ്രകാശനം ചെയ്തു. K മോയിൻകുട്ടി, അബ്ദുൾ ബഷീർ, നാസർ മദനി, K ഫിറോസ്, P മുഹമ്മദ് അലി, CP അബ്ദുൾ റഹ്മാൻ, KP സൈനുദ്ദീൻ, E റോഷിഖ്, ഇബ്രാഹിം പാലത്ത് എന്നിവർ സംബന്ധിച്ചു. പരമ്പരാഗത തൊഴിലാളികൾക്ക് മാത്രമായി ക്ഷേമനിധി ബോർഡ് രൂപവൽക്കരിക്കണമെന്ന് കേരള ട്രഡീഷണൽ ആർട്ടിസൻസ് കോൺഗ്രസ് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. IUNDC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പരമ്പരാഗത തൊഴിൽ മേഖല സംരക്ഷിക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് IUNDC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ ആവശ്യപ്പെട്ടു. കേരള ട്രഡീഷണൽ ആർട്ടിസൻസ് കോൺഗ്രസ് ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് കരുണാകരൻ കടമേരി അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് PR അരുൺകുമാർ, ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു കൊയിലാണ്ടി, സുധീഷ് കുന്നമംഗലം, രാജൻ വള്ളിക്കുന്ന് എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ പരമ്പരാഗതരായ തൊഴിലാളികൾക്ക് മാത്രമായി ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം ലഭിച്ച അർച്ചന ബാബുരാജിന് ചടങ്ങിൽ ഉപഹാരം സമ്മാനിച്ചു. പുതിയ ഭാരവാഹികളായി കരുണാകരൻ കടമേരി പ്രസിഡന്റ്, അമ്പാടി വിശ്വൻ, ജിബീഷ് കുന്നമംഗലം വൈസ് പ്രസിഡന്റുമാർ, സുധീഷ് കുന്നമംഗലം ജനറൽ സെക്രട്ടറി, സദാനന്ദൻ, രാജൻ വള്ളിക്കുന്ന് സെക്രട്ടറിമാർ, മണി ബപ്പു ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ അവാർഡിന് അർഹനായ ലീഡിംഗ് ഫയർമാൻ VK ബിജുവിന് ഉദയമംഗലത്തിന്റെ ആദരം. നല്ലൂർ ഉദയമംഗലം റെസിഡൻസ് അസോസിയേഷൻ ആഭിമുഖ്യത്തിലാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്.
സ്തുത്യർഹമായ സേവനത്തിന് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡലിന് അർഹനായ ലീഡിംഗ് ഫയർമാൻ VK ബിജുവിന് നല്ലൂർ ഉദയമംഗലം റെസിഡൻസ് അസോസിയേഷനാണ് ആദരിക്കൽ ചടങ്ങൊരുക്കിയത്. ഞായറാഴ്ച വൈകിട്ട് നല്ലൂർ ഗവൺമെന്റ് GUP സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് ബിജുവിനെ ചടങ്ങ് നടക്കുന്ന പുതുക്കഴിപ്പാടത്തേക്ക് ആനയിച്ചത്. പരിസരത്തെ വിവിധ റെസിഡൻസ് അസോസിയേഷനുകളും ചടങ്ങുമായി സഹകരിച്ചു. ആദരിക്കൽ ചടങ്ങ് എളമരം കരീം MLA ഉദ്ഘാടനം ചെയ്തു. സേവനമനുഷ്ഠിക്കുന്നവരാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ജീവനക്കാർ. അത്തരം സന്ദർഭങ്ങളിൽ മനക്കരുത്തും ആത്മധൈര്യവും. ഇങ്ങനെയൊക്കെയുള്ള ജോലികൾ വളരെ പ്രയാസകരമായ ഒരു ജോലിയാണ്. അതിൽ എന്തും സംഭവിക്കാം. ഇതിന് നല്ല പരിശീലനം നേടിയ ഭടന്മാരാണ് ഈ ജോലി ചെയ്യുന്നത്. പക്ഷേ ആധുനിക ഉപകരണങ്ങൾ ഉണ്ടെങ്കിലേ ഇതെല്ലാം നല്ല നിലയിൽ ചെയ്യാൻ സാധിക്കും. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അസിസ്റ്റന്റ് ഡിവിഷണൽ ഓഫീസർ അരുൺ ഭാസ്കർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഫറോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാളക്കട സരസു അധ്യക്ഷയായിരുന്നു. കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K സോമൻ, ഫറോക്ക് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ N പ്രജല, ഫറോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം CV ഷീബ, വിവിധ റെസിഡൻസ് അസോസിയേഷനുകളെ പ്രതിനിധീകരിച്ച് P സുന്ദരൻ, V സോമസുന്ദരൻ, P ഗോപാലൻ നായർ, TK പക്രുട്ടി, KN കൃഷ്ണകുമാർ, CK പ്രിയൻ, PM അരുൺകുമാർ, ഫറോക്ക് യങ്മെൻസ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം സെക്രട്ടറി മോഹനൻ പൈക്കാട്ട്, ജ്ഞാനപ്രകാശിനി വായനശാല സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തീയത്ത്, T ശിവദാസൻ, O സജീവ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് സൗജന്യ വസ്ത്ര വിതരണം നടത്തി. സേവ് എ ലൈഫ് കാലിക്കറ്റ് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം AICC അംഗം PV ഗംഗാധരൻ നിർവഹിച്ചു. സേവ് എ ലൈഫ് കാലിക്കറ്റ് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അന്തേവാസികൾക്കായി സൗജന്യ വസ്ത്ര വിതരണം നടത്തി. AICC അംഗം PV ഗംഗാധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ നിന്നും അകറ്റപ്പെടുന്ന ഒരു വിഭാഗം ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഇത്തരം പ്രവൃത്തികളുമായി ഇനിയും നിരവധി സംഘടനകൾ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം പറഞ്ഞു. സേവ് എ ലൈഫ് കാലിക്കറ്റ് ചാപ്റ്ററിന്റെ പ്രസിഡന്റ് വിജിത് മൂർക്കോത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീജിത്ത്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മുകുന്ദൻ, സുജിത്ത് എന്നിവർ സംബന്ധിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കോട്ടൺ ജുഗൽ ബന്ദി. ഇന്ത്യയിലെ ഏറ്റവും വർണ്ണാഭമായ കോട്ടൺ ഉത്സവം. 1000-ലേറെ ഗ്രാമങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ലക്ഷക്കണക്കിന് ശ്രേണികൾ. രജപുത്രാഞ്ജന, മ്യൂറൽ റോയാൽ, മുഗൾ ആസം, ദക്ഷിൺ ആൻഡ് ഡെക്കാൻ തുടങ്ങി ഏറ്റവും പുതിയ കോട്ടൺ സാരി കളക്ഷനുകൾ. ഒപ്പം റെഡിമെയ്ഡ് ചുരിദാർ മെറ്റീരിയലുകൾ, കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവയുടെ പുത്തൻ കോട്ടൺ ശ്രേണികളും. കല്യാൺ സിൽക്സ് കോട്ടൺ ജുഗൽ ബന്ദി. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. നടേരി മുസ്ലിം ലീഗ് ശാഖാ കമ്മിറ്റി നിർമ്മിച്ച ബാഫക്കി തങ്ങൾ സ്മാരക സൗധത്തിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ചടങ്ങിൽ ബൈത്തുൽ റഹ്മ കാരുണ്യ ഭവനത്തിന്റെ താക്കോൽ ദാനവും നടന്നു. കൊയിലാണ്ടി നടേരി മുസ്ലിം ലീഗ് ശാഖാ കമ്മിറ്റി നിർമ്മിച്ച ബാഫക്കി തങ്ങൾ സ്മാരക സൗധത്തിന്റെ ഉദ്ഘാടനവും ബൈത്തുൽ റഹ്മ കാരുണ്യ ഭവനത്തിന്റെ താക്കോൽ ദാനവും പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. അവരുടെ അധ്വാനത്തിന്റെ വിയർപ്പ് തുള്ളികളാണ് ഇന്നിവിടെ ഉയർന്നു കണ്ടെത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരെയും ഞാൻ കൂടുതൽ അഭിനന്ദിക്കുകയാണ്. PKK ബാവ, KS മൗലവി, റഷീദ് വെങ്കളം, റസാഖ് മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് ലഹരിമുക്ത യൗവനം എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. ഈയച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, സമദ് പൂക്കാട് എന്നിവർ സംസാരിച്ചു. തിരിച്ചറിവ് എന്ന വിഷയത്തിൽ PM സാബിറ പ്രഭാഷണം നടത്തി. യുവജന സംഗമം സുബൈർ PK ഉദ്ഘാടനം ചെയ്തു. സമ്മേളന സുവനീർ പ്രകാശനം PKK ബാവ കോട്ടക്കൽ അഷ്റഫിന് ആദ്യ കോപ്പി നൽകി നിർവഹിച്ചു. മുസ്ലിം ലീഗ് ബേപ്പൂർ നിയോജക മണ്ഡലം എക്സിക്യൂട്ടീവ് ക്യാമ്പ് ചാലിയാർ തീരത്തെ പാതിരക്കാട് തിരുത്തിയിൽ നടന്നു. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത ക്യാമ്പിൽ മന്ത്രി MK മുനീർ മുഖ്യാതിഥിയെ പങ്കെടുത്തു. സംഘടനാ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും കർമ്മപരിപാടികൾ ആവിഷ്കരിക്കുന്നതിനുമാണ് മുസ്ലിം ലീഗ് ബേപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി എക്സിക്യൂട്ടീവ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പാർട്ടിയുടെ മണ്ഡലം കൌൺസിലർമാർ, പഞ്ചായത്ത് ലീഗ് ഭാരവാഹികൾ, മണ്ഡലം യൂത്ത് ലീഗ് MSF പ്രവർത്തക സമിതി അംഗങ്ങൾ, വനിതാ ലീഗ്, STU, പ്രവാസി ലീഗ്, ദലിത് ലീഗ് തുടങ്ങിയവയുടെ മണ്ഡലം ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, പ്രത്യേക ക്ഷണിതാക്കൾ തുടങ്ങിയവരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ശനിയാഴ്ച രാവിലെ 9 മുതൽ ചാലിയാർ തീരത്തെ പാതിരിക്കാട് തിരുത്തിയിൽ നടന്ന ക്യാമ്പ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. സഹോദരിമാരാണ്, നിങ്ങളത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ലീഗ്, ഐക്യജനാധിപത്യ മുന്നണി ജയിച്ചോ നോക്കിയാൽ മതി. ആ രീതിയിൽ നിങ്ങൾക്ക് പ്രചരണങ്ങൾ നടത്താൻ സാധിക്കും. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് U പോക്കർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ PKK ബാവ, സെക്രട്ടറി MC മൈന ഹാജി, ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാല, KK ആലിക്കുട്ടി, NC അബ്ദുൾ റസാഖ്, ഷഹീർ നല്ലളം, E മുജീബ് റഹ്മാൻ, ഷാഫി ചാലിയം, TK യൂനസ്, ഹനീഫ പെരിഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു.
ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള കാവുകളും കുളങ്ങളും സംരക്ഷിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കൊയിലാണ്ടി കുറുവങ്ങാട് പുതിയ കോവിൽ ക്ഷേത്രക്കുള നവീകരണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊയിലാണ്ടി കുറുവങ്ങാട് പുതിയ കാവിൽ ക്ഷേത്രക്കുള നവീകരണം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള കാവുകളും കുളങ്ങളും സംരക്ഷിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുപോലെയുള്ള വലിയ കുളങ്ങൾ, ചിറകൾ, അതുപോലെ തന്നെ കാവുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ കാവുകളൊക്കെ തന്നെ നമ്മുടെ ജൈവ സമ്പത്തുകളുടെയൊക്കെ തന്നെ അല്ലെങ്കിൽ ജൈവ വൈവിധ്യങ്ങളുടെയൊക്കെ തന്നെ ഒരു കലവറിയായിരുന്നു ആ കാടുകളൊക്കെ തന്നെ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കാവുകൾ, ആ കാവുകളൊക്കെ തന്നെ പരീക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യമാണ് എന്നതിനെ കുറിച്ചുള്ള അവബോധം ഈ സമീപകാലത്ത് നമുക്ക് നന്നായിട്ടുണ്ട്. കാട് തീണ്ടരുതേ മക്കളെ, കുടിവെള്ളം മുട്ടും എന്ന് പണ്ട് കാരണവന്മാർ പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. കുളം നവീകരണ കമ്മിറ്റി ചെയർമാൻ PC മോഹനൻ അധ്യക്ഷം വഹിച്ചു. കൊയിലാണ്ടി നഗരസഭാ അധ്യക്ഷ K ശാന്ത, ക്ഷേത്രം തന്ത്രി കുബേരൻ നമ്പൂതിരിപ്പാട്, NE മോഹനൻ നമ്പൂതിരി, കൌൺസിലർമാരായ കേളോത്ത് വത്സരാജ്, രജീഷ് വെങ്ങളത്തുകണ്ടി, വായനാരി വിനോദ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഇനി റെസിഡൻസ് അസോസിയേഷൻ വാർത്തകളിലേക്ക്. കനാൽ മാത്തോട്ടം സൗഹൃദം ജീവകാരുണ്യ വേദിയുടെയും കോഴിക്കോട് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാറാട് അഡീഷണൽ SI KV ഹരിദാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സൗഹൃദം ജീവകാരുണ്യ വേദി ചെയർമാൻ NP നൌഷാദ്, ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രതിനിധി M അബ്ദുൽ ഹസീസ്, T അനിൽകുമാർ, PM രവി, ജീന രാജ്ദാസ് എന്നിവർ സംബന്ധിച്ചു. ബേപ്പൂർ പരിവർത്തന റെസിഡൻസ് അസോസിയേഷൻ എരഞ്ഞിപ്പാലം മിഡാക് ദന്തൽ സെന്ററിന്റെ സഹകരണത്തോടെ സൗജന്യ ദന്തപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ആലിയക്കോട്ട് പരിസരത്ത് നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ബേപ്പൂർ സബ് ഇൻസ്പെക്ടർ ഉബൈദത്ത് ഉദ്ഘാടനം ചെയ്തു. T ചന്ദ്രസേനൻ, പെരുന്നിലത്ത് ദാസൻ, പള്ളത്തിൽ പത്മനാഭൻ, ഡോക്ടർ സൂരജ് ദാമോദരൻ, നജ്മ, ആലിയക്കോട്ട് കാർത്തികേയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ക്ഷേത്രവിശേഷങ്ങൾ. നടുവട്ടം പൂളച്ചോട്ടിൽ കരിയാത്തൻകാവ് തിറ ഉത്സവം വിപുലമായി ആഘോഷിച്ചു. 2 ദിവസങ്ങളെ നടന്ന ഉത്സവ മഹോത്സവത്തിൽ വിവിധ പൂജാതി കർമ്മങ്ങളും പരിപാടികളും നടന്നു. ഗണപതി ഹോമം, കലശം എഴുന്നള്ളത്ത്, വെള്ളാട്ട്, തായമ്പക, താലപ്പൊലി, കരിമരുന്ന് പ്രയോഗം, തിറകൾ തുടങ്ങിയവയും ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു. കോഴിക്കോട് തിരുവണ്ണൂർ വല്ലിക്കാവ് ക്ഷേത്രത്തിലെ തിറ താലപ്പൊലി മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഗണപതി ഹോമം, ഉഷപൂജ, പ്രസാദഊട്ട്, തിറ, താലപ്പൊലി, ഗുരുവെള്ളാട്ട് എന്നിവ ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് വല്ലിക്കാവ് ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിൽ പങ്കെടുത്തത്. ബേപ്പൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ തിരുവുത്സവ മഹാമഹത്തിന് സമാപനം. ഫെബ്രുവരി 20 മുതൽ 28 വരെയായിരുന്നു ആഘോഷ പരിപാടികൾ നടന്നത്. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ അഴകത്ത് ശാസ്ത്രശ്രമ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത്. പൂജാതി കർമ്മങ്ങൾക്ക് ക്ഷേത്രം മേൽശാന്തി മൊക്കത്ത് അജയൻ നേതൃത്വം നൽകി. കൊടിയേറ്റത്തെ തുടർന്ന് ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ, ആധ്യാത്മിക പ്രഭാഷണം, ഭജന, ശ്രീഭദ്ര പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, കാലിക്കറ്റ് B4Uവിന്റെ കോമഡി ഫെസ്റ്റിവൽ, SSLC അവാർഡ് വിതരണം, ഗാനമേള, കലശം എഴുന്നള്ളത്ത്, ആഘോഷവരവ്, ദേവീഗാനം, നൃത്തപരിപാടികൾ, പള്ളിവേട്ട, അമൃതഭോജനം, കാഴ്ചവരവ്, തായമ്പക, കരിമരുന്ന് പ്രയോഗം എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ K വിജയൻ, സെക്രട്ടറി M ലാലു പ്രദീപ്, ട്രഷറർ സുധീർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്പോർട്സ് വാർത്തകൾ. ഈസ്റ്റ് മൂഴിക്കൽ റെസിഡൻസ് അസോസിയേഷനും ദയ ബാഡ്മിന്റൺ ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 2ാമത് ഷട്ടിൽ ടൂർണമെന്റും ദയ ഇൻഡോർ ഷട്ടിൽ സ്റ്റേഡിയം ഉദ്ഘാടനവും നടന്നു. സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം മലബാർ ഗോൾഡ് കോഓപ്പറേറ്റീവ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK നിഷാദ് നിർവഹിച്ചു. നമ്മുടെ മക്കളൊക്കെ തന്നെ പല വിധത്തിലുള്ള തെറ്റുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ അവർക്ക് ഉല്ലസിക്കാനും ആശയങ്ങൾ കൈമാറാനും
അതേമാതിരി തന്നെ നല്ല നല്ല ബന്ധങ്ങൾ, നല്ല നല്ല കൂട്ടുകെട്ടുകൾ ഇതൊക്കെ സാധ്യമാവുന്നത് ഇത്തരം ഒരു രൂപത്തിലുള്ള ഒരു പ്രവർത്തനത്തിലൂടെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ കുട്ടികളായാലും നമ്മളൊക്കെ തന്നെ ആയാലും ഒന്നിക്കണ്ട് സ്കൂട്ടർ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ കാറ് അല്ലെങ്കിൽ ബസ്, ആരും ഇന്നെന്ത് ചെയ്യുന്നില്ല, നടക്കുകയോ അല്ലെങ്കിൽ ഓടുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. പണ്ടൊക്കെ സ്കൂളൊക്കെ പോയിരുന്നത് നടന്നിട്ടും ഓടിയിട്ടൊക്കെ ആയിരുന്നു. ആ ഒരു രൂപത്തിലുള്ള യാത്രയല്ല എന്നുള്ളത്. അതുകൊണ്ട് ഇത്തരം രൂപത്തിലുള്ള കളികളും അതേമാതിരി തന്നെ സ്റ്റേഡിയങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള മാർഗങ്ങൾ. ഷട്ടിൽ ടൂർണമെന്റ് ബാഡ്മിന്റൺ താരം ഒളിമ്പ്യൻ ദിജുവും ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ NP ഹമീദ് ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മജ്ലിസ് അൻസാറുള്ളയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് 5 ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ ഇസ്ലാമും സമകാലീന പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തും. സെമിനാറിൽ അഹമ്മദിയ പ്രസ്ഥാനത്തിന്റെ 4ാം ഖലീഫ ഹദ്രസ് മിർസ താഹിർ അഹമ്മദ് രചിച്ച ഇസ്ലാം റെസ്പോൺസ് ടു കണ്ടംപററി ഇഷ്യൂസ് എന്ന വിഖ്യാത കൃതിയുടെ മലയാള പരിഭാഷ ഇസ്ലാമും സമകാലീന പ്രശ്നങ്ങളും എന്ന പേരിൽ പ്രകാശനം ചെയ്യും. കോഴിക്കോട് ജില്ലാ അമീർ KM അഹമ്മദ് കോയ സെമിനാർ ഉദ്ഘാടനവും മുൻ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ KN കുറുപ്പിന് നൽകി പുസ്തക പ്രകാശനവും നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് സംഘടിപ്പിക്കുന്ന കേരളം 1ാമത് മൊബൈൽ വികസന ഫോട്ടോ പ്രദർശനം കോഴിക്കോട് നടന്നു. കൊയിലാണ്ടിക്കടുത്ത പൂക്കാട് ടൗണിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. കെ ദാസൻ MLA, ജില്ലാ കളക്ടർ CA ലത, N സുബ്രഹ്മണ്യൻ, അഡ്വക്കേറ്റ് PM നിയാസ്, നിസാർ ഒളവണ്ണ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നിതാഖാത്ത് മൂലം മടങ്ങിവന്ന് യാതനകൾ അനുഭവിക്കുന്ന പ്രവാസികൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുക, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ പ്രവാസി ലീഗ് KMCC നോർക്ക ഓഫീസിന് മുന്നിൽ ത്രിദിന സത്യാഗ്രഹവും റിലേ ധർണയും നടത്തും. മാർച്ച് 4 ആരംഭിക്കുന്ന സമരപ്രയാണം 6 സമാപിക്കും. മുൻ മന്ത്രി PKK ബാവ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഫറോക്ക് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ 4ാമത്തെ ശാഖ കടലുണ്ടി പഞ്ചായത്തിലെ മണ്ണൂരിൽ പ്രവർത്തനമാരംഭിച്ചു. മണ്ണൂർ ശാഖയുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. MK രാഘവൻ MP ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. ആദ്യ വായ്പാ വിതരണം എളമരം കരീം MLAയും ലോക്കറിന്റെ ഉദ്ഘാടനം ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനേത്ത് ചന്ദ്രനും നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച് സ്വപ്നഗൃഹം ഭവന വായ്പാ പദ്ധതിയുടെ ഉദ്ഘാടനവും കോർ ബാങ്കിംഗ് സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷൻ ഉദ്ഘാടനവും നടന്നു. MC മായിൻ ഹാജി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഉമ്മർ പാണ്ടികശാല, കടലുണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് TK ശൈലജ ടീച്ചർ, K രാജേഷ്, V മുഹമ്മദ് ഹസൻ, KK ആലിക്കുട്ടി മാസ്റ്റർ, സുധീർ കടലുണ്ടി, O ഭക്തവത്സലൻ, ഉദയകുമാരി, M മൂസക്കോയ, സാവിത്രി ടീച്ചർ, CP അളകേശൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. 2014-15 വർഷത്തെ ബജറ്റിൽ തയ്യൽ തൊഴിലാളികളെ തഴഞ്ഞതിലും വില വർധനവിന് കളമൊരുക്കി നികുതി വർദ്ധിപ്പിച്ചതിനുമെതിരെ മാർച്ച് 5 കേരളത്തിലെ മുഴുവൻ താലൂക്ക് ഓഫീസുകൾക്ക് മുന്നിലും ആൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തും. UDF സർക്കാർ അധികാരത്തിൽ വന്ന് 3 വർഷം കഴിഞ്ഞിട്ടും തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയുടെ പോരായ്മ പരിഹരിക്കുന്നതിനോ ക്ഷേമനിധിയിൽ ജനകീയ ചെയർമാനെ നിയോഗിക്കുന്നതിനോ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തുന്നതെന്നും AKTA ജില്ലാ പ്രസിഡന്റ് EK വിശ്വനാഥൻ പറഞ്ഞു. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിലിന്റെ ഈ വർഷത്തെ ഗ്ലോബൽ എക്സലൻസ് അവാർഡിന് പ്രമുഖ ഹൃദ്രോഗ ചികിത്സാ വിദഗ്ധനും കേരള ഹാർട്ട് കെയർ സൊസൈറ്റി ഫൗണ്ടർ പ്രസിഡന്റുമായ ഡോക്ടർ കുഞ്ഞാലി തിരഞ്ഞെടുക്കപ്പെട്ടു. മാർച്ച് 7 വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് ഹോട്ടൽ മലബാർ പാലസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ആഗോള മലയാളി സമ്മേളനത്തിൽ വെച്ച് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവാർഡ് സമ്മാനിക്കും. മന്ത്രി KC ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കളങ്കരഹിതരായവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കണമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയ്. അഴിമതി വിരുദ്ധ ക്യാമ്പയിന് മാർച്ച് 5 തുടക്കമാകും. കസ്തൂരി രംഗൻ കളക്ടറേറ്റ് പടിക്കലെ നിരാഹാരം 6ാം ദിവസം പിന്നിട്ടു. പിന്തുണയേകി വിവിധ സംഘടനകൾ. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്ന് SDPI. കോഴിക്കോട് മുസ്തഫ കൊമ്മേരിയും വടകരയിൽ P അബ്ദുൽ ഹമീദും മലപ്പുറത്ത് നാസറുദ്ദീൻ ഇളമരവും.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.